ഏറ്റുമാനൂർ ആശുപത്രി റോഡിൽ ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ഇരുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിനും മഴയിലുമാണ് കെട്ടിടത്തിൽ വളർന്നു നിന്നിരുന്ന പാഴ്മരം കടപുഴകി വീണു. മരം വീണതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഈ കെട്ടിടം ഏറെ നാളായി അപകട ഭീഷണി ഉയർത്തിയിരുന്നു. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് സമീപമാണ് കെട്ടിടമുള്ളത്. ഏറ്റുമാനൂർ ആശുപത്രി റോഡിൽ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടവും കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് വളർന്നു നിന്ന പാഴ്മരവും അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി വ്യാപക പരാതികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് വളർന്നു വന്ന പാഴ്മരം നിലംപൊത്തി. മരം വീണതിനെ തുടർന്ന് കെട്ടിടം ഇടിഞ്ഞ് റോഡിലേക്ക് നിലംപൊത്തി. മരം വളർന്ന് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ഭിത്തിയും വാർക്കയും ഉൾപ്പെടെ തകർന്ന് വിണ്ടുകീറിയ നിലയിലായിരുന്നു. ഇടയ്ക്ക് കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീണിരുന്നു. കെട്ടിടം അപകട ഭീഷണിയിലാണെന്നത് സംബന്ധിച്ച് മാധ്യമങ്ങൾ മുമ്പ് വാർത്ത ചെയ്തിരുന്നു. വ്യാപാരികൾ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ മുനിസിപ്പൽ, റവന്യൂ അധികൃതർക്ക് പരാതിയും നൽകിയിരുന്നു. ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്തതാണ്. പലരും പറഞ്ഞിട്ട് എല്ലാവരും വന്ന് അന്വേഷിച്ച് പോകുന്നതല്ലാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഇതിൽ കണ്ടമാനം സ്കൂൾ കുട്ടികളും പോലീസുകാരുടെ വണ്ടികളും ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഈ അപകടമായ വിധം ഇത് കിടന്നിട്ട് ഒരാളും ഇതിനെ ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മഴയത്ത് വീണതായത് രാവിലെ വീണമെന്ന് തോന്നുന്നു. മുനിസിപ്പാലിറ്റിക്കാർ വന്ന് വെട്ടി മാറ്റി ഇപ്പോൾ കിടക്കുന്ന കണ്ടില്ലേ. ഇത് ഏറ്റവും കൂടുതൽ അപകടമായിട്ടാണ്. ഇത് എപ്പോൾ ഇടിഞ്ഞ് താഴെ പോകുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇത് ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു നടക്കാനായിട്ട്. എപ്പോഴാണ് ഇത് ഞങ്ങളുടെയൊക്കെ തല വീഴുന്നത്. ഞങ്ങളുടെയൊക്കെ തല വീണാലേ ഇതിനൊരു ഉത്തരവുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. എന്നാൽ ഏതു സമയവും നിലംപൊത്താവുന്ന കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനും മരം വെട്ടി മാറ്റുന്നതിനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും ഭയത്തോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. ചേട്ടാ, ഞങ്ങൾ ഇതിലെ ഓട്ടോയായിട്ട് യാത്രക്കാരായിട്ട് പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണം, ആശുപത്രിയിൽ പോകണം, ഇവിടെ പള്ളിയുണ്ട്, അങ്ങനെ പല സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങളിതിലെ പോകുമ്പോൾ വളരെ പേടിച്ചാണ് പോരുന്നത്. ഇത് ഏത് സമയത്തും നിലംപൊത്തിക്കാവുന്ന രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ, കുടുംബാരോഗ്യ കേന്ദ്രം, ക്രിസ്തുരാജ് പള്ളി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ദിവസവും കാൽനടയായും വാഹനത്തിലും നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണിത്. ഈ റോഡിനെ ആശ്രയിച്ച് നിരവധി കുടുംബങ്ങളുമുണ്ട്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അപകടാവസ്ഥയിലായ കെട്ടിടത്തിനടിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കെട്ടിടത്തിൽ വളർന്നു നിന്ന പാഴ്മരം മറിഞ്ഞ് റോഡിലേക്ക് വീണതിനെ തുടർന്ന് മരം മുറിച്ചു മാറ്റിയിരുന്നു. മരം മറിഞ്ഞ് കെട്ടിടം അപകട ഭീഷണിയിലാണ്. കെട്ടിടത്തിന്റെ വാർക്കയും ഭിത്തിയും ഇടിഞ്ഞു വീണു. കെട്ടിടത്തിന്റെ ശേഷിക്കുന്ന ഭാഗം ഏതു സമയവും താഴേക്ക് പതിക്കാവുന്ന നിലയിലാണ്. കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടവും സ്ഥലവും. വാർഡ് കൗൺസിലർ രശ്മി ശ്യാം കെട്ടിട ഉടമയുമായി സംസാരിച്ചിരുന്നു. കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കെട്ടിട ഉടമ അറിയിച്ചതെന്ന് വാർഡ് കൗൺസിലർ രശ്മി ശ്യാം പറഞ്ഞു. നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറുന്ന റോഡിൽ നിന്ന് ഒരു പൊളിഞ്ഞാറായി കിടക്കുന്ന ബിൽഡിങ് കഴിഞ്ഞ ദിവസം അതിനോട് ചേർന്ന് നിന്ന മരം കാറ്റത്ത് വീഴുകയും മരം വെട്ടി മാറ്റാനുള്ള സംവിധാനം ചെയ്തു. പക്ഷെ പൊളിഞ്ഞു വീണ് കിടക്കുന്ന ആ അവശിഷ്ടങ്ങളും ആ പൊളിയാറായി കഴിക്കുന്ന വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ബിൽഡിങ്ങും അതിൻ്റെ ഓണറോട് സംസാരിക്കുകയും എൻ്റെ ഉടമസ്ഥൻ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് അധികം താമസിയാതെ തന്നെ അത് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.